അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സെയ്തിൽ ബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇന്ന് കൊടുക്കാനുള്ള നമുക്ക് തുണിക്കടയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ തുണിക്കട തന്നെയാണ്. അപ്പോൾ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ചാർ റോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം കാണിച്ചു കൊടുത്താൽ മേലെ മാങ്ങോട് പറയും. ചെർപ്പളശ്ശേരി നിന്ന് പാലക്കാട് റോഡിലാണ് കേട്ടോ. നല്ല അടിപൊളി ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഷോപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റും. നമുക്കിത് നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിലാണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ നോക്കാൻ ആളില്ല, അതിൻ്റെ ഒരു വിഷയമാണ് ഇവിടെ വരുന്നത്. കാരണം നമ്മൾ ഈ സ്ഥലക്കച്ചവടത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ ആൾ വേണ്ടേ, ആളില്ല. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കടന്നു കഴിഞ്ഞാലേ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പം ഡിസ്പ്ലേ നമ്മൾ അധികം വെച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ഇവിടെ ആളില്ലാത്തതിൻ്റെ ഒറ്റ പറ്റ. അപ്പോൾ അടിയൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഇതിൽ ചെയ്ത റൂമാണ്. അതേപോലെ തന്നെ മുകൾ ഭാഗം നോക്കി സീലിംഗ് ചെയ്തത് അതിമനോഹരമായിട്ട് നല്ല ഭംഗി. ഇനി നിങ്ങളൊരു ടൈലർ കൂടിയാണെങ്കിൽ ഇവിടെ ഒരു മിഷൻ വാങ്ങിക്കൊടുത്തിട്ട് കഴിഞ്ഞാൽ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും വർക്ക് അറിയെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് പോയി ജീവിച്ചു പോകാം. കാരണം ടൈലറിങ് അറിയണം. ഇപ്പം നമ്മളോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മാക്സി ചെറുതാക്കി തരുമോ, ചുരുക്കി തരുമോ, അതാക്കി തരുമോ, ഇതാക്കി തരുമോ എന്ന്. ഈ പണി അറിയാത്ത എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? ഒരു കാര്യമില്ല. മാക്സി വെട്ടി ചെറുതാക്കുക, പുതിയത് മേടിച്ചാലും സൈസാക്കണം. അത്ര സൈസാക്കാം 40 രൂപ 50 രൂപ എന്താ ചാർജ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമന്യം നോക്കിക്കോളിട്ടില്ല കൊടുക്കാളിതാ. നിങ്ങൾ വീഡിയോയിൽ വന്ന് കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടോ നോക്കുക. എന്നാണോ, ഇത് ഷാൾ മാക്സിയാണ് മുകളിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറമെ ഇവിടെ സാധാ മാക്സിയാണ് ഈ 3 ഇതിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറമെ മറ്റുള്ള ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ ടോയ്സ് ഐറ്റംസ് മുകളിലുണ്ട് കണ്ടോ. കുട്ടികളുടെ നല്ല നല്ല ഉടുപ്പുകളുണ്ട്. ഇതൊക്കെ നല്ല നല്ല റേറ്റുള്ള ഉടുപ്പുകളാണ് കേട്ടോ, കുട്ടികളുടെ ഉടുപ്പ് കണ്ടല്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് ഉടുപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ ബനിയൻ സെറ്റ് കണ്ടോ, എല്ലാം ഉണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് നോക്കണ്ട. എന്താണെന്ന് അറിയാം, ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ എന്നെ പോലെ ആകരുത്, പണി അറിയണവർ വരണം. നമ്മളിപ്പോൾ എന്താ പറയുക, എൻ്റെ ഓഫീസിലെ തൊട്ട റൂമായപ്പോൾ, ഇതിൻ്റെ പഴയ ഓഫീസ് റൂമായപ്പോൾ നമ്മൾ ശരി ഇവിടെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിടാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ, കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മലയിലോ കാട്ടിലോ പറമ്പിലൊക്കെ ആവും. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുകൾ, സ്വന്തമായിട്ട് ടൈലർ ഷോപ്പൊക്കെ നടത്താൻ കഴിയുന്നവർക്ക് ഒരു മിഷൻ കൊടുത്തിട്ടിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളാണ് കണ്ടില്ല നിങ്ങൾ. ഈ ഒരു ബോക്സ്, അതേമാതിരി ആ ഒരു ബോക്സ് കണ്ടോ, മേശ കാര്യങ്ങൾ എല്ലാം ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഭിമുകൾ. അതേപോലെ CCTV ഉണ്ട് ഇവിടെ കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ നമ്മൾ എടുത്തോളാം കേട്ടോ. ആ CCTV വേണമെങ്കിൽ തരാം. അപ്പോൾ ഇതിൻ്റെ മൊത്തം വിലയാണ് ഞാൻ പറയുന്നത് കേട്ടോ. 2,50,000 ഉറുപ്പ്യയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കട ഇങ്ങനെ സ്വന്തമാക്കാം. അതിൽ സീലിംഗ് പെടും, ഫാനുകൾ പെടും, ഇതിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പെടും. ഞാൻ പുറത്തേക്കും, ഞാൻ പെടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തു നിന്നാലേ പിന്നെ അടുത്ത കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ വിറ്റുപോയ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തേക്കും. ബാക്കി ഇതിൽ കാണുന്ന എന്തൊക്കെ ഉണ്ടോ ആ മുതലൊക്കെ നിങ്ങൾക്ക് 2.5 ലക്ഷം ഉറുപ്പ്യക്ക് തരാം. ഇത് സംഭവം 3-ന് കൊടുത്താലും മോലാവില്ല. പക്ഷെ ഇവിടെ നോക്കാൻ ആളില്ല. അപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവനോ സാധാരണക്കാരനോ വരുന്ന വെച്ചാൽ അവന് ചിലപ്പോൾ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹക്കാർക്ക്, എക്സ് ഗൾഫുകാർ, കുറച്ച് വയസ്സൊക്കെ ആയൊരു എക്സ് ഗൾഫുകാർ, ടൈലറിങ് അറിയുന്നവർ വരണിട്ടില്ലേ. ടൈലറിങ് അറിയാത്തവർ വന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ മാക്സി സൈസാക്കലും അത് സൈസാക്കലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ പലരും ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ മാക്സിയൊക്കെ സൈസാക്കാൻ 40 രൂപ 50 രൂപ കിട്ടും പറയാം. പക്ഷേ പണി അറിയാത്ത എന്നോട് വന്നിട്ട് ഇത് സൈസാക്കാൻ വയ്ക്കോ വെച്ചാൽ എങ്ങനെ അറിയാം? അപ്പോൾ എനിക്കറിയില്ല പണി. നമുക്ക് അറിയാത്ത പണിക്കൊന്നും കാര്യമില്ല, നിന്നാൽ ഇപ്പോൾ കുഴപ്പമുണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടും. അതേമാതിരി കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റൂം തന്നെ കണ്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് നല്ല സെറ്റപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടല്ലേ. അതിനെല്ലാം മര്യാദ ഒരു സംഖ്യ വന്നിക്കണം. പിന്നെ ഈ റാക്ക് ഇതല്ലേ, ഇത് ഗ്ലാസിൻ്റെ ഇതാ വെച്ചിട്ടുണ്ടല്ലേ, സാധനങ്ങൾ വെക്കാനുള്ള റാക്ക്. ഇതിന് തന്നെ 55 ഉറുപ്പ്യ ആക്കണം. ഇതാ ഈ തലക്കുന്ന ഇങ്ങനെ ഇതുവരെ. അപ്പോൾ അങ്ങനത്തെ വർക്കുകളും അങ്ങനത്തെ കാര്യം ഇതൊക്കെ കാണിച്ചു കൊടുക്കുക, ശരിക്കും കാണിച്ചു കൊടുക്കുക. എന്തിനപ്പോൾ ഇതുണ്ടോ, മുതലിറക്കിയിട്ടാണേ കണ്ടോ. അപ്പോൾ എങ്ങനെ മേടിച്ചാൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് റൂം വേണ്ടേ, ഈ സാധനങ്ങളും ഈ റാക്കും കാര്യങ്ങളും മതിയോ, അങ്ങനെ എടുത്ത് സാധനം കൊണ്ടാകാം. എങ്ങനെ വേണമെങ്കിലും ഞാൻ തരാം കേട്ടോ. അതല്ല സ്വന്തമായിട്ട് ബിസിനസ് നടത്താനാണെന്ന് വെച്ചാൽ റൂമൊക്കെ വേണമല്ലോ. റൂമിന് 3000 രൂപ വാടക കിട്ടില്ലേ, 3000 രൂപ റൂമിൻ്റെ വാടക മാസം അത് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വരുമ്പോൾ പറയാം. 2.5 ലക്ഷം ഉറുപ്പിൻ്റെ കൈ തന്നാൽ ഇനി അതിന് കമ്മിയാകുമോ എന്ന് ചോദിച്ചത്. കാരണം എന്താ പറയുക, ഞാൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 3-3.5 4 പറയാം നമുക്ക്. പക്ഷെ അതിൻ്റെ ഇതില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളും ഷെയർ ചെയ്യാം. കാരണം എന്താ അറിയോ, എൻ്റെ ഒരുപാട് ഷെയറുകൾ ചെയ്തിട്ടുണ്ട്. ഏത് ഷെയർ? എല്ലാതും. അതായത് ഏത് സ്ഥലത്താലും ഷെയർ ചെയ്യുന്ന ഒരുപാട് ഹബീബിങ്ങളുണ്ട്. ഇതും അതുപോലെ ഷെയർ ചെയ്തോളും. ഷെയർ ചെയ്യുന്നവരെ നമ്പറവിടെ കുറിച്ച് വെക്കും. ആ നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്പറവിടെ കുറിച്ച് വെക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നറുക്കെടുത്ത പോലെ തന്നെ നറുക്കെടുക്കും, സമ്മാനം കിട്ടും. നമ്മൾ അയച്ചു തരും ഗൂഗിൾ പേ. അതിൽ ഒരാൾ സമ്മാനം കിട്ടിയിട്ട് പൈസ അയച്ചപ്പോഴേ വേണ്ടാന്ന്. കാരണം എന്താ അറിയോ, ഇതിങ്ങനെ വിളിച്ചിട്ട് ഏതോ കമ്പനിക്കാരൻ എന്തൊക്കെ ചെയ്യേണ്ടതുകൊണ്ടേ പൈസ അയച്ചപ്പോൾ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം, പൈസ തന്നാൽ മതിയെന്ന്. എന്നിട്ട് ആൾ വന്നിരുന്നു. ആളല്ല, ആളെ പറഞ്ഞാൽ ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പിന്നെ പ്രിയപ്പെട്ട അഭിപ്രായം ചാനൽ കാണുമ്പോൾ ഓരോരുത്തരും ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക.
കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ പറയുന്നില്ല, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മഹസ്സലാമ.